1992 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പേരിൽ ഏറെ ക്രൂശിച്ചവരെ നോക്കി മുൻ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവു ഇപ്പോൾ മറ്റൊരു ലോകത്തിരുന്ന് പുഞ്ചിരി തൂകുന്നുണ്ടാകും. ആ ഭരണാധികാരി പാർലമെന്റിൽ പാസാക്കിയ നിയമം നിർബന്ധമായും പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ നിയമത്തിന്റെ സ്രഷ്ടാവിനെ മനഃപൂർവ്വം വിസ്മരിക്കുകയും തമസ്കരണം തുടരുകയും ചെയ്യുന്നത് അക്ഷന്തവ്യമായ അപരാധമാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ബാബരി മസ്ജിദിന്റെ കാര്യമൊഴിച്ച് ഇന്ത്യയിലെ മറ്റെല്ലാ ആരാധനാലയങ്ങളും 1947 ഓഗസ്റ്റ് 15 ഉണ്ടായിരുന്ന സ്ഥിതി തുടരണമെന്ന നിയമം പാർലമെന്റിൽ പാസാക്കിയത് പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവുവിന്റെ കാലത്താണ്. സമ്പൽ ഉൾപ്പെടെ 56 മുസ്ലിം ആരാധനാലയങ്ങളുടെ കീഴെ ക്ഷേത്രാവശിഷ്ടങ്ങൾ തിരയണമെന്ന ആവശ്യം ഉയർന്നുവരികയും നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ് സമ്പലിൽ സർവേ നടത്തണമെന്ന് ഉത്തരവിടുകയും ചെയ്തതോടെയാണ് 1991 ആരാധനാലയ നിയമത്തിന്റെ